ഇസ്രായേലിൽ ക്ലസ്റ്റർ ബോംബ് പ്രയോഗിക്കുന്നു എന്ന് സൈനിക കമാൻഡറുടെ ആരോപണം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിച്ചതേ ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. മിസൈൽ ആക്രമണം ഏറെക്കുറെ അയൺ ഡോമിനോ പ്രതിരോധ സംവിധാനത്തിനോ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ 1 ലക്ഷ്യം കണ്ട് മാത്രമാണ് പൊട്ടിത്തെറിക്കുക. എന്നാൽ ക്ലസ്റ്റർ ബോംബ് അങ്ങനെയല്ല. ഏറെക്കുറെ 10-50 മീറ്റർ ഉയരത്തിൽ നിന്ന് തന്നെ അത് 80ഓളം കഷ്ണങ്ങളായി ചെതറിക്കൊണ്ടാണ് തെറിക്കുക എന്നുള്ളത് മാത്രമല്ല, ഏകദേശം 5-6 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ആഘാതമുണ്ടാകും എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് അയൺ ഡോമിന് പ്രതിരോധിക്കാൻ സാധിക്കാത്തതാണ്. പ്രതിരോധിച്ചാൽ തന്നെ അവിടെ നിന്ന് മറ്റൊരു സ്ഫോടനമായിട്ടാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ തെറിച്ചുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഈ ക്ലസ്റ്റർ ബോംബിൻ്റെ ഉപയോഗം UN സഭ നിരോധിച്ചതാണ്. വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന തരത്തിൽ ഒരു രാജ്യവും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ പറയുന്നത്. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടിട്ടില്ല എന്നും പറയുന്നു. ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നിരോധനം തന്നെയാണ് എന്നുള്ളതാണ് UN-ൻ്റെ പക്ഷം. അവരാ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യവും ഒരിക്കൽ പോലും ക്ലസ്റ്റർ ബോംബ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ പരസ്യമായ രീതിയിൽ ഇസ്രായേലിന് ഇത് പറയാൻ വലിയ പ്രയാസമുണ്ട്. കാര്യം ക്ലസ്റ്റർ ബോംബ് ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ പല വിധത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പരാതിയായിട്ട് അമേരിക്കയുടെ എത്തിയ സമയത്ത് പോലും അത് ക്ലസ്റ്റർ ബോംബ് അല്ല, സാധാ ബോംബാണ് എന്ന് പറഞ്ഞ് ഒഴിയുക മാത്രമാണ് ചെയ്തത്. അമേരിക്കയും ഇത് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇസ്രായേലിലെ ഫലസ്തീനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് പല ഘട്ടങ്ങളിലായി ഫലസ്തീൻ ആരോപിച്ചതാണ്. സംയുക്തമായ രീതിയിലുള്ള ആക്രമണമൊക്കെ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൽ ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇസ്രായേലിന് കനത്ത രീതിയിലുള്ള നഷ്ടങ്ങളും മരണങ്ങളും ബിൽഡിംഗ് തകർച്ചയും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു. ഒരു ഭാഗത്ത് ഹൈപ്പർസോണിക് മിസൈൽ പോലെ അതിശക്തമായിരിക്കുന്ന മിസൈൽ വരുന്നു, തൊട്ടുപിറകെ ക്ലസ്റ്റർ ബോംബ് വരുന്നു, തൊട്ടുപിറകെ ബാലിസ്റ്റിക് മിസൈൽ വരുന്നു. അങ്ങനെ ആക്രമണത്തിൻ്റെ പെരുമയ തന്നെയാണ് മർമ്മപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ സർവ്വ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഇതിനെ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ ആക്രമണം നടക്കുന്നു. ആ ആക്രമണത്തെ പ്രതിരോധിച്ച് നിർത്താനും ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടൊപ്പം കൊറിയ വലിയ സഹായം ഇറാന് നൽകിയിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിലെ വിഷയം എന്ന് പറയുന്നത് ഈ ക്ലസ്റ്റർ ബോംബ് ഇറാൻ്റെ നിർമ്മിതമല്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. അവർ നിർമ്മിച്ചതല്ല, അവർക്ക് അങ്ങനെ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ മറ്റേതോ രാജ്യം ഇറാനെ സഹായിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റേതോ രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട് എന്നുകൂടി പറയാൻ വേണ്ടി സാധിക്കുകയാണ്. കാര്യം പുറപ്പെട്ട ഏരിയകൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക വലിയ പ്രയാസമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഒരു മിസൈൽ വരികയാണെങ്കിൽ ഇത് ഏത് രാജ്യത്ത് നിന്ന് പുറപ്പെട്ടു എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്, ശ്രമകരമാണ്. പകരം രാജ്യത്തേക്ക് വീഴുന്ന ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആ രാജ്യത്ത് സംഘടിപ്പിച്ച് വെച്ച അല്ലെങ്കിൽ ക്രോഡീകരിച്ച് വെച്ച അയൺ ഡോം പോലെയുള്ള സംവിധാനത്തിന് സാധിക്കും. ഇപ്പോൾ 2 തരത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ പോകുന്നത്. അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തുർക്കി, അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആക്രമണം നടക്കുന്നതിൽ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദി തങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ഈ തുർക്കി ആക്രമിച്ചത് തങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അസർബൈജാൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാം കക്ഷി ഈ യുദ്ധത്തിലൊക്കെ കക്ഷിയായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ അറേബ്യൻ രാജ്യങ്ങൾ നോക്കുന്ന സമയത്ത് മൊസാദായിരിക്കും. എന്നാൽ ഇസ്രായേൽ ബോംബിടുന്ന ആരാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ക്ലസ്റ്റർ ബോംബ് പൊട്ടിക്കുന്ന ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരമില്ല. ഈ കൊറിയ എങ്കിലും ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ചില സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ചൈനയുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. അവരാണ് ക്ലസ്റ്റർ ബോംബ് അല്ല അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേലും അമേരിക്കയും കൂടി ഒരുമിച്ച് നിന്നാൽ ഒരു 1-2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അവസാനിക്കുന്നില്ലാതെ മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അവരുടെ കയ്യിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിരിക്കുന്ന മിസൈൽ പ്രയോഗിക്കുന്നു, ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നു. അപ്പോൾ പിന്നെ ഇതിന് പിന്നിൽ ചൈന ഉണ്ടോ എന്നൊരു സംശയം സോഷ്യൽ മീഡിയയിൽ ചോദിക്കപ്പെടുകയാണ്. ഇത് സോഷ്യൽ മീഡിയക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയാണ് യഥാർത്ഥ മീഡിയയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ രാജ്യ ഭരണാധികാരികൾക്ക് ഇടയിൽ എത്തുന്നത്. അത് യാഥാർത്ഥ്യമാവാറുണ്ട്.
അങ്ങനെ ഒരു സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ കപ്പൽ തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന വഴി ശ്രീലങ്കയുടെ അതിർത്തിയിൽ വെച്ചിട്ടാണ് കപ്പൽ ഈ തകർക്കപ്പെടുന്നത്. ആ കപ്പലിൻ്റെ അടിഭാഗത്ത് ബോംബ് വെച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബോംബ് എത്ര ദിവസം മുമ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്നുള്ള ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി, മാരകമായിരിക്കുന്ന തിരിച്ചടികൾ അമേരിക്കക്ക് നേരെ വല്ലാതെ വൈകാതെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു കപ്പൽ പോലും സുരക്ഷിതമല്ല. അത് ചെങ്കടലാണെങ്കിലും അറബിക്കടലാണെങ്കിലും ഇന്ത്യ മഹാസമുദ്രമാണെങ്കിലും മെഡിറ്ററേനിയൻ കടലാണെങ്കിലും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്വതന്ത്ര പാത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളെല്ലാം ഞങ്ങൾ ആയുധം കൊണ്ട് അടക്കുമെന്നുള്ളതും നിങ്ങൾക്ക് വെറും റീത്ത് സമർപ്പിക്കുന്ന പണി മാത്രമാണ് ബാക്കി വരിക എന്ന തരത്തിലുള്ള ശക്തമായിരിക്കുന്ന പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തുടങ്ങി എന്ന് പറയുന്ന അതേ സ്ഥിതിയിലാണ്. ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല, അവർക്കാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുമില്ല. മാത്രമല്ല ബങ്കറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തും പൊതുവേദിയിലൊക്കെ ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അത് അവിടുത്തെ നിയമത്തിൻ്റെ ഭാഗമാണ്. വീടിൻ്റെ അടിഭാഗത്ത് പോലും ബങ്കറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ വീടിന് പോലും പെർമിഷൻ കിട്ടൂ എന്നുള്ളതാണ് 1980 ശേഷമുള്ള അവിടുത്തെ നിയമം. ഒരു 80 കഴിഞ്ഞ് 82 കാലത്തിന് ശേഷം ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ബങ്കറുകളില്ലാത്ത വീടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഏകദേശം 95% ബിൽഡിങ്ങുകൾക്കും സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും വിദ്യാഭ്യാസ മേഖലകൾക്കും എല്ലാം ബങ്കറുകളുണ്ട്. ഒറ്റപ്പെട്ട് അങ്ങാടി പോലെയുള്ള അല്ലെങ്കിൽ നഗരം പോലെയുള്ള പ്രദേശങ്ങളിൽ സർക്കാർ തന്നെ സുരക്ഷിത ബങ്കറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് ചുരുക്കുക. അതുകൊണ്ടാണ് മരണസംഖ്യ പലപ്പോഴും കുറയാറുള്ള കാരണം. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ മരണസംഖ്യ ഇസ്രായേൽ പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ബങ്കറിനെ പോലും ഈ തകർക്കുന്ന രീതിയിലുള്ള മിസൈലുകളുടെ പെരുമയാണ് ഇസ്രായേലിലേക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് പല ഘട്ടത്തിലും സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്ന കാര്യത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ സംബന്ധിച്ചിടത്തോളം മേൽഭാഗത്തെ ബിൽഡിംഗ് അപ്പാടെ തകർന്നു പോയാൽ പിന്നെ അടിഭാഗത്തുള്ള ബങ്കറിൽ നിന്ന് മേൽഭാഗത്തേക്ക് കയറി വരാൻ വേണ്ടി സാധിക്കാതെ കുടുങ്ങിപ്പോകുന്ന സ്ഥിതിയും അങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ വന്നുകൊണ്ടിരിക്കുന്നു. ചില മേഖലയിലൊക്കെ ഇത്തരം സൈറൻ മുഴങ്ങി കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്നത് കാണാൻ വേണ്ടി പറ്റും. കാരണം ബങ്കർ സുരക്ഷിതമല്ലെന്ന ബോധ്യം അവിടുത്തെ ഇസ്രായേലിലെ ജൂതന്മാർക്ക് ഉണ്ടായിരിക്കുന്നു എന്നും കൂടി കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ നടത്തപ്പെട്ട ഈ ഓപ്പറേഷൻ 1 ലക്ഷം കാണില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വല്ലാതെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്ഥിവാരം തോണ്ടും എന്നുകൂടി ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്. കടലിൽ കപ്പലുകൾക്ക് സുരക്ഷിതമില്ലാതെ, ആകാശത്ത് വിമാനങ്ങൾക്ക് സുരക്ഷിതമില്ലാതെ, ഭൂമിയിൽ കോൺസുലേറ്റിനും എംബസിക്കും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു രാജ്യമാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ രാജ്യമാണ്. ഏകദേശം ഇസ്രായേലിൻ്റെ 10 ഇരട്ടി വലിപ്പം ഇറാനുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ മേഖലയിലോ എങ്ങനെയൊക്കെയോ വെച്ചുകൊണ്ട് അവർക്ക് ഈ മേഖലയിലുള്ള ആയുധ സംവിധാനങ്ങളൊക്കെ ശേഖരിക്കാനും നിർമ്മിക്കാനും സാധിക്കുമെന്ന് മാത്രമല്ല ഇപ്പോഴും ആയുധങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനിൽ നിന്ന് തന്നെ പറയുന്ന റിപ്പോർട്ടുകൾ. ഞങ്ങളുടെ ആയുധ നിർമ്മാണങ്ങളൊന്നും നിലച്ചു പോയിട്ടില്ല, അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന തരത്തിൽ അവർ ഈ വിഷയമായിട്ട് പറഞ്ഞു വെക്കുന്നു. ഏതായിരുന്നാലും ഈ നഗരങ്ങൾക്ക് എത്രയും ശക്തമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകിയിട്ട് പോലും പ്രതിരോധം നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ തന്നെ ഇടപെടാൻ സാധിക്കാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അറേബ്യൻ രാജ്യങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും എംബസികളും കോൺസുലേറ്റും അടിച്ചു പൂട്ടിയിട്ടുണ്ട്. പല എംബസിയും കോൺസുലേറ്റിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്കക്കാർ താമസിക്കുന്ന ഹോട്ടലിന് നേരെ ആക്രമണം നടത്തുന്നു. അവരുടെ പല സ്ഥാപനത്തിൽ നിന്ന് അമേരിക്കക്കാരോട് വരണ്ട എന്ന് പറയുന്നു. 12ഓളം രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കക്കാരോട് രാജ്യം വിട്ടു പോരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അമേരിക്കൻ പൗരന്മാർക്ക് പോലും സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിയിലാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ഇറാൻ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏകദേശം 750 നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ഇപ്പോൾ ഈ അബ്രഹാം ലിങ്കൺ കപ്പലുള്ളത്. ആദ്യം 600 നോട്ടിക്കലായിരുന്നു, പിന്നീട് ആദ്യം 500 ആയിരുന്നു,
പിന്നീട് യുദ്ധം ശക്തമായ സമയത്ത് പിന്നീട് പിറകോട്ട് 100 കിലോമീറ്ററോളം പോയി. അതിനുശേഷം ഇപ്പോൾ ഇറാൻ്റെ കപ്പൽ അമേരിക്ക മുക്കിയതോടുകൂടി പിന്നീട് 150 കിലോമീറ്റർ പിറകോട്ട് പോയിട്ടുണ്ട്, നോട്ടിക്കൽ കിലോമീറ്റർ പിറകോട്ട് പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത വിധം വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും സാമ്പത്തിക തകർച്ചയും ഇസ്രായേലും അമേരിക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.